എല്ലാവർക്കും നല്ല നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഇനി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൗൺസിലർമാരൊക്കെ ചാർജ് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരു കാര്യം പറയാം, ഒരു മെമ്പർ, ഒരു കൗൺസിലർ എന്ന് പറയുന്നത് വെറുതെ ഒരു അധികാര പദവിയുള്ളൊരു സംഭവമല്ല. ഒരു നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അടിസ്ഥാനമാകേണ്ട വ്യക്തിയാണ്. വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ, വിവിധങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങൾ നമ്മുടെ ആഘോഷ സുന്ദര ദിനങ്ങളിൽ മനോഹരമാക്കാനായിട്ടുള്ള ചുമതലയും അത് ഏകോപനവും ഒക്കെ തന്നെ ഒരു വാർഡ് കൗൺസിലറുടെയും വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ചാലക്കുടി നഗരസഭയിലെ ഇപ്പോൾ 8ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട, കഴിഞ്ഞ പ്രാവശ്യം 3ാം വാർഡിൽ നിന്ന് ജയിച്ച ശ്രീ വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലറെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല. എന്താണ് കാരണം നിങ്ങൾക്കറിയോ? വത്സൻ ചമ്പക്കര ഇത്തവണ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അതിൽ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, പോട്ടയുടെ വികസന നായകൻ ഇനി 8ാം വാർഡിന് സ്വന്തം. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് 3ാം വാർഡിരിക്കുന്ന ആ വാർഡിൽ ഈ വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്സവ ദിനങ്ങൾ, ഓണമായിക്കോട്ടെ, ക്രിസ്തുമസ് ആയിക്കോട്ടെ, അത് ആ വാർഡിനെ മുഴുവനും ആഘോഷമയമാക്കി മാറ്റുന്ന വലിയ ഉത്സവങ്ങളാക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഓണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണച്ചന്ത 3, 4, 5 ടേമുകൾ അദ്ദേഹം കൗൺസിലറായി വന്നതിന് ശേഷം അവിടെ ഓണച്ചന്തകൾ, ആ ഓണച്ചന്തയിൽ നിന്നും കിട്ടുന്ന രൂപ എന്ന് പറയുന്നത് രോഗികൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പൂക്കൃഷി അവിടെ നടത്തി അതിൽ നിന്നും കിട്ടുന്ന പൂക്കൾ പള്ളികളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കൊടുക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു 3ാം വാർഡിൽ നിന്നുണ്ടായിരുന്ന പോട്ട ഫെസ്റ്റ്. അതായത് 7 ദിവസം തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലർ ഇതുമാത്രമല്ല, പല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ വലിയ സജീവമായിട്ട് തന്നെ ആ വാർഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് എത്രയൊക്കെ സമ്മർദ്ദ ഫലങ്ങളും എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും 200-ലേറെ വോട്ടുകൾക്ക് അദ്ദേഹം 8ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം ഈ സാംസ്കാരിക മേഖലകളൊക്കെ കൈകാര്യം ചെയ്ത്, ഇങ്ങനെയുള്ള കൗൺസിലർമാരൊക്കെ ചാലക്കുടി നഗരസഭയിലുണ്ട്. അവരൊക്കെ ഉപയോഗിക്കാനായിട്ട് ഓരോ മുന്നണികളും ശ്രമിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ കുറേ നല്ല നല്ല പരിപാടികൾ നടക്കും. ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മറ്റു കാര്യം പറഞ്ഞ കേരളോത്സവം ഏറ്റവും മികച്ച രീതിയിൽ സമ്മാനങ്ങൾ കൊടുത്തതും നടത്തിയതും ഈ വത്സേന് ചുമതല വന്നൊരു ടൈമിലായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം, കരോൾ എന്ന് പറയുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന ഒരു നാടാണ് ചാലക്കുടി. ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് ഈവ്, ക്രിസ്മസ് തലേന്ന് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നക്ഷത്രം ഇടാനും ഇതൊക്കെ ഒരു ജാതി മതം നോക്കാറില്ല, എല്ലാവരും ഇടും. ശരിക്കും പറഞ്ഞാൽ 8ാം വാർഡിൻ്റെ ചരിത്ര വീതികളിലൂടെ ക്രിസ്മസ് കരോൾ കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു. ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ബാൻഡ് സെറ്റ്, മനസ്സിലായി, നിങ്ങൾ ഈ കാണുന്ന സംഭവമാണ് ഏറ്റവും ആദ്യം ബാൻഡ് സെറ്റ്. ആ ബാൻഡ് സെറ്റിന് ശേഷം മറ്റേ രൂപങ്ങൾ ഓരോന്ന് വരാണ്. ഈ രൂപങ്ങൾക്ക് പിന്നാലെ പാട്ടൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 100-ലേറെ യുവതികളുണ്ട്. അവരുടെ ഡാൻസ്, മറ്റു കാര്യങ്ങൾ, പിന്നെ കൊച്ചുകുട്ടികളെ മാലാഖമാരായിട്ടാണ് ഈ ചൊരിക്കുന്നത്. ഏപ്രിൽ ഉണ്ണിയേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ഫ്ലോട്ട് കടന്നു വരുന്നു. അങ്ങനെ ഇത് ഏറ്റവും മനോഹരമാക്കി ചെയ്യാവുന്നതിൻ്റെ സംഗതിയായിട്ടാണ് വത്സൻ ചമ്പക്കര ഈ 8ാം വാർഡിൽ ആദ്യ ക്രിസ്മസ് അദ്ദേഹം കൗൺസിലർ ആയതിനു ശേഷം ചെയ്ത ആദ്യത്തെ പരിപാടി. ഇനി ഇതിൽ വേറൊരു സംഭവം ഞാൻ കണ്ടത്, ഒരു രാഷ്ട്രീയത്തിൽപ്പെട്ട് നിൽക്കുന്ന ആളെ മാറ്റി നിർത്താതെ എല്ലാവരെയും കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ വത്സൻ ചമ്പക്കരയ്ക്ക് ഒരു നല്ലൊരു തമ്പ് കൊടുക്കുകയാണ്. വളരെ മികച്ച പരിപാടിയാണ്. ഞാൻ പറയുന്നത് അങ്ങേപ്പോലുള്ള ആളുകളെ ഉപയോഗിക്കേണ്ടവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോന്നു. ഈ നാട്ടിലെ സാംസ്കാരിക പരിപാടി, ചാലക്കുടിയിലെ ഒരു സാംസ്കാരിക മേഖല എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കാണ്. സത്യം പറഞ്ഞ സാംസ്കാരിക മേഖല ഉറങ്ങിക്കിടക്കാണ്. എന്നാൽ കഴിവുള്ള നല്ല മെമ്പർമാരും സംഘാടകരൊക്കെ ചാലക്കുടിയിലുണ്ട്. പക്ഷെ അവരെ ഏകോപിപ്പിക്കാനോ അവരെ ഒരുമിച്ച് നിർത്താനോ അങ്ങനെ ഒരു സംഗതിയൊക്കെ ഉണ്ടാക്കാനോ ഒന്നും ആർക്കും താല്പര്യമില്ല. ഞങ്ങൾക്ക് 40 വർഷം ഭരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 35 വർഷം ഭരിക്കണം, ഇതൊക്കെയാണ് ചിന്ത. എന്തും ആയിക്കോട്ടെ. പക്ഷെ വത്സൻ ചമ്പക്കര 8ാം വാർഡിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളും ഇപ്പോൾ ഈ ക്രിസ്മസിന് കണ്ട കാഴ്ച അത് മനോഹരമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വാർഡ് മെമ്പർക്ക്, ഒരു കൗൺസിലർക്ക് നമ്മുടെ നാട്ടിലും ഇതുപോലെ കൊച്ചു നമ്മുടെ ആഘോഷങ്ങൾ സുന്ദരമാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ, യുവാക്കളുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഓരോ സാംസ്കാരിക പരിപാടികൾ, സംഗതികളൊക്കെ വരുമ്പോൾ നമ്മുടെ വാർഡ് എന്ന് പറയുന്ന ഒരു കുടുംബമായിട്ട് മാറുന്നു. ഇപ്പോൾ ഓരോ വാർഡിലും ഓരോ മൂല എന്നായിരിക്കും പറയുക, ഓരോ മൂലയിലും നിങ്ങണ്ടത് ഒരു വാർഡ് കേന്ദ്രീകരിച്ച് വരും. ഈ വത്സൻ ചമ്പക്കര 3ാം വാർഡിൽ ഇരിക്കുന്നപ്പോഴും അവിടെ വാർഡ് വികസന സമിതി എന്ന് പറഞ്ഞാൽ അത് 1.5 സമിതിയാണത്. വാർഡ് വികസന സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരിപാടികളല്ല അവർ സംഘടിപ്പിക്കണേ, അങ്ങേറ്റത്തിൻ്റെ ഏറ്റവും മനോഹരമായ പരിപാടികളാണ് സംഘടിപ്പിക്കുക. അതൊരു കൗൺസിലർ വിഭാവനം ചെയ്തിട്ടുള്ള കഴിവുള്ള പ്രാപ്തിയുള്ളൊരു കൗൺസിലറിൻ്റെ ഇടപെടലാണെന്ന് പറയുന്നതിൽ സംശയമില്ല. നാട്ടുകാരത് വിധി എഴുതിക്കൊണ്ടാണ് 8ാം വാർഡിൽ നിന്ന് അദ്ദേഹം ജയിച്ചത്. അതാണ് പോട്ടയിലെ ജനനായകൻ ഇനി 8ാം വാർഡിന് സ്വന്തം എന്ന് പറഞ്ഞത് കണിശായിട്ട് അച്ചിട്ട ശരിയായി എന്ന് പറഞ്ഞ പോലെ വന്നത്. എന്തായിരുന്നാലും ഇതിനോട് സഹകരിച്ച
വെറുതെ ഒരു കൗൺസിലർ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കും. അതാണ് ഏറ്റവും വലിയ സംഭവം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരാളെയും മാറ്റി തന്നെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഭയങ്കര മനോഹരമായിട്ടൊരു കാഴ്ചയായി. അതൊരു നാടിൻ്റെ ഉത്സവമായിട്ട് മാറി. ആ കരോൾ ഇങ്ങനെ കടന്നു വരുമ്പോഴേ എന്ത് രസം. നമുക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കാവുന്നതാക്കി മാറ്റണം നമ്മുടെ ഓരോ ആഘോഷ ദിനങ്ങളും. ക്രിസ്മസ് ആയാലും ഓണമായിരുന്നാലും മറ്റ് ആഘോഷങ്ങൾ പെരുന്നാളുകളായിരുന്നാലും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. എന്നാലാണ് ബാല്യ കൗമാര യൗവന കാലഘട്ടത്തേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആകെ ബ്ലാക്ക് ഔട്ടായിട്ട് കിടക്കും. മൊത്തത്തിൽ ബ്ലാക്ക് ഔട്ടായിരിക്കും. ഇപ്പോൾ ആ ബ്ലാക്ക് ഔട്ടൊക്കെ മാറ്റാനായിട്ട് ഈ ചെറുപ്പത്തിലെ ചെറിയ കുട്ടികൾ തൊട്ട് വളർന്നു വരുന്ന നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും കൗമാരഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ അതിന് അവസരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ അവർ ഈ നാടിനെ ചേർത്ത് നിർത്തും. ആ ചേർത്ത് നിർത്തുന്നതിലാണ് ഈ കൗൺസിലർ എന്ന് പറയുന്ന ആൾക്കും വാർഡ് മെമ്പർ എന്ന് പറയുന്ന ആൾക്കും ഒരു വലിയ പ്രാധാന്യം അംഗീകാരം എന്ന് പറയുന്നത്. വത്സേട്ട, 1000 അഭിനന്ദനങ്ങൾ. ഇനിയും പുതിയ പുതിയ പരിപാടികൾ 8-ാം വാർഡിൽ കൊണ്ടുവരട്ടെ. എന്തായാലും നിങ്ങളുടെ ഭാഗ്യം, 8-ാം വാർഡുകാരുടെ ഭാഗ്യം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികൾ അവിടെ വരും. പരിപാടികൾ കിടിലാവും. എന്തായിരുന്നാലും ഈ കാർണിവൽ, ക്രിസ്മസ് കാർണിവൽ 2026 കലക്കി. ഞാൻ ആ കരോൾ കഴിഞ്ഞ് പോകുന്ന സമയത്ത് വത്സേട്ടനോട് പറഞ്ഞത് അടുത്ത തവണ ഇതിനേക്കാളും കെങ്കേമാക്കുന്നുണ്ട്. ഇത് തന്നെ എങ്ങനെ അപ്പം ഇനി ഇതിനേക്കാളും കെങ്കേമാക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയില്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആനേനൊക്കെ ആയിരിക്കും അദ്ദേഹം കൊണ്ടുവരാം. ആനനെ കൊണ്ടുവരാനൊന്നും അദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ലല്ലോ. എന്തായിരുന്നാലും നല്ലൊരു പരിപാടിയായിട്ട്, എനിക്ക് വളരെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് 8-ാം വാർഡിലെ ഈ ക്രിസ്മസ് കരോൾ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.